484ൻ്റെ റൂട്ട് കാണാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 484 പ്രൈം ഫാക്ടറൈസേഷൻ ഇങ്ങനെയാണ് ചെയ്യാം. ആദ്യം ഇത് പിവട്ട് നമ്പർ അല്ലേ, അപ്പോൾ 2 കൊണ്ട് പോകും. 2 കൊണ്ടിൽ 2 4 2 242ൻ്റെ ഡബിൾ അല്ലേ 484 വരുന്നത്. ഇതും ഈവൺ നമ്പറാണ്, സോ 2 കൊണ്ട് പോകും. അപ്പോൾ 121 അല്ലേ 242. യെസ്, ഇത് ഈവൺ നമ്പർ അല്ലല്ലോ. അപ്പോൾ ഇതിനടുത്തത് 121നെ 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുമോ നോക്കാം. 3 12/1 വരൂല. ഇത് 4 പോകില്ല, 5 വരൂല, 6ൻ്റെ ടേബിളിൽ വരുമോ ചെക്ക് ചെയ്ത് നോക്കാം. 21/6 12 ഇല്ല, 1 സിസ്റ്റം എന്തായാലും റിമൈൻഡർ ആയിട്ട് വരുന്നുണ്ട്. 121 ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ 11ൻ്റെ സ്ക്വയർ ആണല്ലേ. 11 × 11 1 1 1 1 2 ഉണ്ടാവും 121. അപ്പോൾ ഇത് 11 ഇനി പോകും. 11 × 11 121. ഇനി 11 ഒരു പ്രാവശ്യം പോകും. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു പെയറായിട്ടുണ്ട്. 11 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പെയറായിട്ട് എടുക്കുക. പെയറായിട്ട് ഇങ്ങനെ നമ്മൾ ഒരു രണ്ടോളം ഒരുമിച്ച് ആക്കല്ലേ. ഈ പെയറായത് ഒരു പ്രാവശ്യം എഴുതാം, 11 ഒരു പ്രാവശ്യം എഴുതാം. അപ്പോൾ 2 × 11 എത്ര കിട്ടും? 11 കൂട്ടിക്കഴിഞ്ഞാൽ 22. സംശയം ഉണ്ടെങ്കിൽ 22 × 22 ചെയ്ത് നോക്കാം. 4 4 4 ഇപ്പോൾ 4 8 484 അല്ലേ, ഇതല്ലേ സാധനം. 22 ആണ് 484ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്.